സ്വാഗതം. ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എൻ്റെ എനർജിയുമായി കണക്റ്റ് ചെയ്യുന്നവർക്ക് പോസിറ്റീവായ എന്ത് മെസ്സേജാണ് നൽകാൻ? താങ്ക് യു മഹാദേവ്. ശക്തി എന്ത് മെസ്സേജാണ്? എക്സ്പീരിയൻസിങ്. പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. നിങ്ങൾ അനുഭവിച്ച് മെഡിറ്റേഷനിലൂടെയോ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഒരു ടൈമാണ്. പലരുടെയും എനർജി ഇതുമായിട്ട് കണക്റ്റ് ചെയ്തു വരുന്നു. ലെറ്റിൻ ഗോ. നമ്മുടെ ഉള്ളിലുള്ള പാസ്റ്റ് ലൈഫ് നമ്മൾ ഉപേക്ഷിക്കുക. അത് ഉപേക്ഷിച്ചാൽ മാത്രമേ ശരിയായ രീതിയിൽ നമുക്ക് ധ്യാനത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് വരികയും ചെയ്യുകയുള്ളൂ. ചിലരുടെ എനർജി ഇതുമായിട്ട് കണക്റ്റ് ചെയ്ത് വരുന്നതാണ്. ഹീലിംഗ്. അതെ, നിങ്ങൾക്ക് ചില ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചക്രാസൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഹാർട്ട് ചക്ര ഒക്കെ ഇവിടെ ആക്ടിവേറ്റ് ചെയ്തു വരാനുള്ള ഒരു സമയമാണെന്ന് തോന്നുന്നു. അത് നിങ്ങളിലേക്ക് വരികയും നിങ്ങൾ എന്താണോ ഉപേക്ഷിക്കേണ്ടത് അത് ഉപേക്ഷിക്കുകയും ചെയ്യുക. ബ്രേക്ക് ത്രോ. ചില ഹൃദയപരമായിട്ടുള്ള വേദനയിൽ കൂടി കടന്നു പോകുന്ന ചില ആൾക്കാരുണ്ടായിരിക്കാം. അതിൽ നിന്നുള്ളൊക്കെ ഒരു മോചനം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ആ കാലഘട്ടം മാറിക്കഴിഞ്ഞ് പോസിറ്റീവായ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനേയും നേരിടാനായിട്ട് നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ മുന്നിലുള്ള ആ വേദന നിറഞ്ഞ കാലഘട്ടത്തെ നമ്മൾ മാറ്റാൻ പോവുകയാണ്. പുതിയ ഒരു തുടക്കത്തിലോട്ട് വരുന്നു. ദ സോഴ്സ്. അതിനുള്ള ആ ഘടകം നിങ്ങളിലേക്ക് ഉണ്ട്. നിങ്ങളിൽ തന്നെ അതുണ്ട്. അത് കണ്ടെത്തി നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിറവേറ്റാനും പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. ആ വിഭവങ്ങളെ നിങ്ങൾ കണ്ടെത്തുക. മൈൻഡ്. നമ്മുടെ മനസ്സ് പലതരത്തിലോട്ട് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മനസ്സിനെ ഒന്ന് പിടിച്ചു കെട്ടുക. പല കാഴ്ചകളിലൂടെയും ഒന്ന് ചിന്തിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സ് നിങ്ങളുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ മാറ്റുക. ടേണിങ് ഇൻ. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ തിരിയുക. ആന്തരികം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ തിരിഞ്ഞ് അതിലുള്ള പോസിറ്റീവ്നെസ് കണ്ടെത്തുക. സക്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും.